ാണ് എന്റെ ഗ്രാമം. നേരെ വീട്ടിൽ ചെന്നിട്ട് പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഈ പൂച്ചനെ കുറച്ചേരം നോക്കിയിരിക്കാൻ തീരുമാനിച്ചു. പിന്നീട് അവനെ ഫോളോ ചെയ്യാനുള്ള ദൗത്യം ഞാൻ ഏറ്റെടുക്കുകയായിരുന്നു. പക്ഷെ കൊഞ്ചലും കുത്തി ആള് വിട്ടുപോയി. ഇവിടെ എവിടെ അവനുണ്ട്, പക്ഷെ എവിടെയാണെന്ന് എനിക്കറിയില്ല. അവനെ കാണാത്ത സങ്കടം പങ്കുവെച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഞാൻ നോക്കിയപ്പോൾ എന്റെ വീടിന്റെ മുറ്റത്തെ പേരമരം എന്നെ ആകർഷിച്ചു. പിന്നീട് അങ്ങോട്ട് ആനിമൽ പ്ലാനറ്റിലെ മാമന്മാര് നമ്മളെ പുഴുവിനെ പാമ്പിനെയൊക്കെ നമ്മളെ ക്യാമറയ്ക്ക് മുമ്പിൽ കാണിക്കും പോലെ ആ പേരക്കെടുത്ത് നിങ്ങളെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ. ഈ അഴയിൽ കിടന്ന് നടന്ന് ഈ ഷർട്ട് ഒന്ന് ഉണങ്ങിയിരുന്നെങ്കിൽ ഇന്ന് എനിക്ക് ഇടാമായിരുന്നു. ഷർട്ട് ഉണങ്ങുന്ന സമയം കൊണ്ട് വെറുതെ റോഡിലേക്ക് വായ വിളിച്ചിരിക്കുമ്പോഴാണ് എന്റെ ഒരു ചങ്ങാതി ഇതിൽ വന്നത്. ആഹാ, ഇനി കുറച്ചേരം ഇവനെ പോസ്റ്റാക്കാം. പണിക്ക് പോകുന്ന ഈ മാമനെ കണ്ടപ്പോഴാണ് ഞാൻ ഓർക്കുന്നത്, പഠിച്ചവൻ എനിക്കും പണിയുണ്ട്. ഓടി പിടിച്ച് ടൗണിലെത്തിയപ്പോഴാണ് ഇവിടെ ഒരു കടയുടെ ഉദ്ഘാടനം നടക്കുന്നു. അവിടെ കൂപ്പൺ ഉണ്ടായിരുന്ന ഒരു 5000 അടിച്ചാനെ. ഞാൻ കൂപ്പൺ ഇടാൻ മറന്നുപോയ സങ്കടത്തിൽ നടന്നു പോകുന്ന കാഴ്ചയാണ്. ആ സങ്കടം വിട്ടുമാറാൻ വേണ്ടി ചങ്ങാതിയും കൂടി ഒരു കടയിൽ കയറുന്നതിൽ കഴിക്കാൻ തീരുമാനിച്ചപ്പോൾ ഇവിടെ കിടക്കുന്നു കടയാടി സ്ട്രോബെറി. ശരിക്കും ആ പേര് വരുന്നത് എന്റെ ചങ്ങാതിക്കാണ്. കാരണം വളരെ തിരക്കുള്ളൊരു കടയിലാണ് എന്നെ അവൻ കൊണ്ടുപോയത്. അങ്ങനെ വൈകിട്ടായപ്പോഴാണ് ഒരു കാര്യം ഓർക്കുന്നത്. തലേ ദിവസം ഞാനും എന്റെ ഈ ചങ്ങാതിയോടും കൂടിയിട്ട് ഗോട്ട് നമ്മുടെ ദളപതിയുടെ സിനിമ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നേ. നേരെ തിയേറ്ററിലേക്ക് വിട്ടു. പടം തുടങ്ങിയപ്പോൾ തന്നെ നമ്മുടെ മൂന്നാറിൽ നിന്ന് കുറച്ച് അണ്ണന്മാർ വന്നിട്ടുണ്ടായിരുന്നു. അവരെ കിടിലും ഡാൻസ് സത്തം പോതാ വിസിൽ പോട്. കുറച്ചു നേരം അവരുടെ